രാവിലെ 6 മണിക്ക് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെത്തും. 7 മണിക്ക് നിരീക്ഷകൻ, വരണാധികാരി, സ്ഥാനാർത്ഥി നിയോഗിച്ച ഏജന്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ലോഗ് ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി പൂട്ടിന്റെ സീൽ പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം പൊട്ടിച്ചു പൂട്ട് തുറക്കും. ഇതുൾപ്പെടെ കൗണ്ടിംഗ് ഹാളിൽ വോട്ടിംഗ് യന്ത്രം എത്തിക്കുന്നത് വരെയുള്ള എല്ലാ നടപടിയും വീഡിയോ റെക്കോർഡ് ചെയ്യും. രാവിലെ കൃത്യം 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. അത് കഴിഞ്ഞാൽ EVM-ലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഒരു ഹാളിൽ 14 മേശകൾ. പോസ്റ്റ് ബാലറ്റ് എണ്ണാനുള്ള മേശ അധികമായി ഉണ്ടാകും. പരമാവധി 500 പോസ്റ്റൽ ബാലറ്റുകളെ ഒരു മേശയിൽ എണ്ണാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. 3000 തപാൽ വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ 6 മേശകൾ ഉണ്ടാകും. തപാൽ വോട്ടുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ 8 മണിക്ക് തന്നെ EVM വോട്ടെണ്ണൽ ആരംഭിക്കും. EVM-ന്റെ കൺട്രോൾ യൂണിറ്റും ഫോം 17C-യുമാണ് കൗണ്ടിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നത്. 14 മേശകളിലും ഒരേ സമയത്താണ് വോട്ടെണ്ണൽ. ഇതിനെയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഓരോ കൗണ്ടിംഗ് ഹാളിലും സ്ഥാനാർത്ഥികളുടെ പേരും റൗണ്ട് നമ്പരും വലിയ ബോർഡിൽ പ്രദർശിപ്പിക്കും. ഓരോ റൗണ്ടിലെയും ഫലം തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സാക്ഷ്യപ്പെടുത്തുകയും വരണാധികാരി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം ബോർഡിൽ പ്രദർശിപ്പിക്കും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമേ അടുത്ത റൗണ്ടിലേക്കുള്ള കൺട്രോൾ യൂണിറ്റുകൾ സ്ട്രോങ് റൂമിൽ നിന്നും കൊണ്ടുവരികയുള്ളൂ. വോട്ടെണ്ണലിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൗണ്ടിലും എണ്ണുന്ന 2 കൺട്രോൾ യൂണിറ്റുകൾ വീതം നിരീക്ഷകർ തെരഞ്ഞെടുത്ത് പുനഃപരിശോധിക്കും. ഇതിൽ കണ്ടെത്തിയ ഫലവും ടേബിളിൽ നിന്ന് ലഭിച്ച ഫലവും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ആ ടേബിളിലെ ആ റൗണ്ടിലെ ഫലം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് നേരിട്ട് വീണ്ടും പരിശോധിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ മാറ്റുകയും നടപടിയെടുക്കുകയും ചെയ്യും. എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും 5 പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAT സ്ലിപ്പുകൾ നിർബന്ധമായും പരിശോധിക്കണം. EVM-ലെ അവസാന വോട്ടെണ്ണൽ പൂർത്തിയായ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കയറാൻ QR കോഡുള്ള ID കാർഡ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകന് മാത്രമേ കൗണ്ടിംഗ് ഹാളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ.